ഒടുവിൽപ്പുറത്തെ കഥകൾ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. സ്വാമിയുടെ പ്രയാണം പുതിയ സ്ഥലങ്ങളിലേക്ക്. വർക്കലയിൽ കണ്ടെന്നാണ് കേട്ടത്. വർക്കലയുടെ മുഖം മാറും. നമുക്ക് ഭജന തുടർന്നാലോ? തുടങ്ങാം. വരൂ വരൂ വരൂ. ഓം നമഃ ശിവായ. 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 ഓം ശിവന് കൈലാസം പോലെ ഗുരുവിന് ശിവഗിരി. ശിവഗിരി നാരായണഗിരി ഗിരിഗിരി ശിവഗിരി ശ്രീശങ്കരഗിരി നേരാംപുരഗിരി കരുണോദയഗിരി ദേവാനാം ഗിരി ശിവദർശനഗിരി ഗിരിഗിരി ശിവഗിരി നാരായണഗിരി ഗിരിഗിരി ശിവഗിരി ശ്രീശങ്കരഗിരി നേരാംപുരഗിരി കരുണോദയഗിരി ദേവാനാം ഗിരി ശിവദർശനഗിരി. ശ്രീശൈലം മാനവഹൃദയ സരോവര തീർത്ഥം മൗലീലണിയും ശിവശൈലം പരമരസാരദിവാകരകിരണം നെറ്റിയിലണിയും ശ്രീശൈലം മാനവഹൃദയ സരോവര തീർത്ഥം മൗലീലണിയും ശിവശൈലം. ശിവഗിരി നാമം ഹരിനാമം ശിവഗിരി നാമം ഹരിനാമം ശിവഗിരി നാമം ഹരിനാമം ശിവഗിരി നാമം ഹരിനാമം. ചരാചരയനുകമ്പാമൃതദശകം പൂക്കും ശ്രീശൈലം നരന സദാശിവനാക്കും മഹാഗുരു ദർശന സുഹൃതം ശിവശൈലം. അല്പചരാചരയനുകമ്പാമൃതദശകം പൂക്കും ശ്രീശൈലം നരന സദാശിവനാക്കും മഹാഗുരു ദർശന സുഹൃതം ശിവശൈലം. മഹാസമാധിയുടെ ദർശനം അതൊരു ആത്മീയ അനുഭൂതി തന്നെ അല്ലേ? Feeling blessed. വർക്കല ശിവഗിരി
ലോകം മുഴുവൻ അറിയും. അരുവിപ്പുറം വിത്ത് ഗുരു ശിവഗിരിയിലേക്ക് പോകുന്നത് വത്തിക്കാൻ പോലെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഒരു ആത്മീയ തലസ്ഥാനമാണ് ശിവഗിരി. പ്രകൃതി സുന്ദരമായ മലയോരം ഗുരു ലോകഭൂപടത്തിലെത്തിച്ചു. വർക്കല തുരപ്പ് തിരുവനന്തപുരം കൊടുങ്ങല്ലൂർ ജലപാതയുടെ ഭാഗമായിരുന്നു. അരുവിപ്പുറത്തെ കർമ്മകാണ്ഡത്തിന്റെ ഉദയവും പ്രതിഷ്ഠാ പ്രസ്ഥാനത്തിന്റെ ആരംഭവും. അരുവിപ്പുറത്ത് വിതച്ചത് കതിരണിയുന്നതും പൊന്നണിയുന്നതും ശിവഗിരിയിൽ എത്തിയതിനു ശേഷമാണ്. ശിവഗിരിയിലെ ആത്മീയ പ്രസ്ഥാനങ്ങളും ഹിസ്റ്റോറിയും ഞാൻ നെത്തിന് എടുത്തോളാം. പക്ഷേ ഡോക്ടർ, നൃത്താവിഷ്കാരത്തിന് സഹായകരമായ ചില അനശ്വര മുഹൂർത്തങ്ങളും ദൃശ്യങ്ങളും ശിവഗിരിക്കുന്നിലുണ്ട്. ആ വിവരങ്ങൾ ഞാൻ ശേഖരിച്ചു തരും. ബാക്കിയെല്ലാം നമുക്ക് നെറ്റിന്നെടുക്കാം. നൃത്താവിഷ്കാരത്തിന്റെ പുതിയ ഡയമെൻഷൻ ആയിരിക്കും ശിവഗിരി എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ആ അതെ, പറഞ്ഞിരുന്നു. അതിലേക്ക് തന്നെ പോകാം. കൈതക്കോണം കുന്ന് ഗുരുവിന്റെ പാദസ്പർശ ഏറ്റതോടെ ശിവഗിരിയായി. ഭക്തലക്ഷങ്ങളുടെ വികാരം, മഹാഗുരുവിന്റെ മഹാസമാധി. ഇവിടെ ആ ആത്മസൂര്യന്റെ പ്രകാശം നമുക്ക് അനുഭവിച്ചറിയാം. ബാക്ക് ടു 1904 അല്ലേ? അതെ, മഹാഗുരു ശിവഗിരിയിലെത്തുന്നു. ഓടല്ലേ നിങ്ങളെന്തിനാ ഈ പാവം പക്ഷിയെ ഓടിച്ചത്? ഈ കോഴിയെ പിടിക്കാനാ ഓടിയത്. എന്റെ കുരുക്കിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ വിടുവോ? ഞാൻ ഇതിനെ പൊരിച്ച് അല്ല കറി വെച്ച് ബിരിയാണിന്റെ കൂടെ അകത്താക്കും. കഷ്ടമല്ലേ അത്? നിങ്ങളെപ്പോലൊരു ജീവനല്ലേ. ജീവികളെ കൊല്ലുന്നതും തിന്നുന്നതും പാപമാണെന്നറിയില്ലേ? എന്താ പേര്? എവിടെയാ വീട്? ഉസ്മാൻ പിള്ള. ഇവിടെ അടുത്ത. ഇവിടെ സമീപത്ത് മറ്റു വീടുകളില്ലേ? കുറെ വീടുകളുണ്ട്. മാധേവന്റെ കാട്ടുവിളാകം വീട്, കൊച്ചപ്പി വൈദ്യന്റെ കൈതക്കോണത്ത് വീട്, മാക്കോതയുടെ പറയിക്ക വിളാകം വീട്. ഈ കുന്നും പരിസരമൊക്കെ ഇഷ്ടമായി. കുറെ നാൾ ഇവിടെ ഉണ്ടാവും. ഏതോ പ്രവാചകനെ പോലെ.
താണുപിള്ള പറഞ്ഞിട്ടുണ്ട് ഏതോ വാൽമീകിയെ പറ്റി. എന്താ വാൽമീകിയെ പറ്റി പറഞ്ഞത്? ഇണപ്പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തിയ വേടനെ ശാസിച്ച വാൽമീകി. മാനിഷാദ, ആദികാവ്യത്തിന്റെ തുടക്കം അങ്ങനെയാ. കോഴിയെ ഓടിച്ചു വന്ന എന്നെയും സ്നേഹത്തോടെ ശ്വാസിച്ചു. അങ്ങ് ആരാണ്? എവിടെ നിന്ന് വരുന്നു? നാം കായിക്കര കടൽ തീരത്തിലൂടെ വർക്കല എത്തി. ജനാർദ്ദന സ്വാമി ക്ഷേത്രവും ദർശിച്ചു. അങ്ങ് ഋഷിയോ സിദ്ധനോ പ്രവാചകനോ? ഇഷ്ടം പോലെ കരുതിക്കോളൂ. അറിയുന്നത് തന്നെയാണ് അറിവ്. വെള്ള വസ്ത്രം കണ്ടാൽ ഒരു സിദ്ധൻ. ഞാൻ വഴഞ്ഞുപോയി. എന്തൊരു ദയ, വിനയം, സ്നേഹം. കുറെ ദിവസം ഇവിടെയൊക്കെ കാണൂന്നാ പറയുന്നേ. ഓ, ചെറുകുന്നിൽ കണ്ണുടച്ച് അങ്ങനെ ഇരിപ്പാ. ഇവിടെ എങ്ങും ഇതിനുമുമ്പ് കണ്ടിട്ടേയില്ല. അങ്ങനെയാണെങ്കിൽ അത് നാണുസ്വാമിയായിരിക്കും. ആ, അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ച മഹാനാ. വക്കത്തും കോലത്തുകരയിലും അഞ്ചുതെങ്ങിലും കായിക്കരയിലും ഒക്കെ പ്രതിഷ്ഠകൾ നടത്തി. അത് നാണുസ്വാമി ആണെങ്കിൽ ഇവിടത്തുകാരുടെ ഭാഗ്യം തന്നെ. എല്ലാ സിദ്ധികളും ഉണ്ടെന്നാ കേൾവി. മരുത്വാമലയില് തപസ് ചെയ്ത് ദൈവങ്ങളെ കണ്ടെന്നാ പ്രചരിക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് എന്നൊന്ന് കാണാം. യോഗിയാണ്, യോഗി വര്യൻ. സാധാരണക്കാരുടെ ദീനത കണ്ട മഹാൻ. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയപ്പോ ബ്രാഹ്മണരൊന്ന് നടുങ്ങി. ചോദിക്കാൻ വന്നവരെ കണക്കിന് പരിഹസിച്ച ഗുരുദേവൻ വിട്ടത്. ഹാ, ക്ഷേത്രത്തില് വാവൂട്ട് യോഗം ഉണ്ടാക്കി. പിന്നീട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും. ബുദ്ധനെ പോലെ, നബി തിരുമേനിയെ പോലെ ദൈവം തന്നെയാണ്. ഗുരു ഇവിടെ എത്തിയെങ്കിൽ പിടിച്ചുപറിക്കാരും റൗഡികളും നിറഞ്ഞ ഈ നാടിന് എന്തോ നല്ലത് വരാൻ പോകുന്നു. വാ, നമുക്ക് പോകാം. മൂന്നുപേരെയും നേരത്തെ നമുക്കറിയാം. രണ്ടുപേരെ കഴിഞ്ഞ ദിവസവും കണ്ടു. ഞാനും മാധേവനും അരുവിപ്പുറത്ത് വരാൻ തീരുമാനിച്ചതാ. അവിടേക്ക് എപ്പോ വേണമെങ്കിലും വരാമല്ലോ. അരുവിപ്പുറം അവർക്ക് കൊടുത്തു. നമുക്ക് പലരും മിത്രങ്ങളാ. ആരുടെയും വീട്ടിൽ താമസിച്ചൂടാ. ആ കുന്നിന്റെ മുകളിൽ നമുക്കൊരു മഠം നിർമ്മിക്കണം. സ്വാമിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കഴിവിനൊത്ത് ഇച്ഛ പോലെ ചെയ്യാൻ സ്വാമി. ഒരു തുള്ളി പെയ്ത് കിട്ടിയാൽ മതി. പിന്നെ അത് വൻ മഴയായിക്കോളും. ഈ സ്ഥലം സ്വാമിക്ക് ഇഷ്ടമായത് ഞങ്ങളുടെ എല്ലാം ഭാഗ്യം. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? പാവനമായ സഹ്യൻ, ജനാർദ്ദന സ്വാമിയുടെ സാമീപ്യം, ഞാവൽ മരങ്ങൾ. വർക്കല പാപനാശത്ത് കർക്കിടക വാവുബലിക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നതാണ്. ജനപ്രവാഹമൊക്കെ വന്നോടും. ഈ സ്ഥലത്തിന് നല്ലൊരു പേരിടണം സ്വാമി. എല്ലായിടത്തും ഉള്ളതുപോലെ സർവം ശിവമയമല്ലേ? അതെ. ശിവഗിരി എന്നാകട്ടെ. ദക്ഷിണ കാശിയല്ലേ? പാപനാശം ഉണ്ടല്ലോ. ബാക്കിയെല്ലാം വന്നോളും. സ്വാമിയുടെ സ്പർശനമേറ്റാൽ ഏത് സ്ഥലവും മാറും. ദർശനമേറ്റാൽ ഏത് മനുഷ്യനും മാറും. ഇവിടെ നമുക്ക് കൃഷിത്തോട്ടം വേണം. വൈദിക പാഠശാലയും നിശാ പാഠശാലയും സംസ്കൃത പാഠശാലയും വേണം. ആയുർവേദത്തിനും വേണം ഇടം. സ്വാമിയുടെ നാവിലല്ലേ സരസ്വതി. അങ്ങ് ഇച്ഛിച്ചാൽ മതി, എല്ലാം സഫലമാവും. എല്ലാവരും ഒത്തുനിന്ന
എല്ലാം ഒത്തുവരും. പിന്നെ ശിവഗിരിക്ക് പ്രസാദമായി ശാരദയും വേണമല്ലോ. സ്വാമി സദാശിവനാക്കും മഹാഗുരു ദർശന സുഹൃതം ശിവശൈലം ശ്രീശൈലം സദാശിവനാക്കും മഹാഗുരു ദർശന സുഹൃതം ശിവശൈലം ശിവഗിരിനാമം ഹരിനാമം ശിവഗിരിനാമം ഹരിനാമം ശിവഗിരിനാമം ഹരിനാമം ശിവഗിരിനാമം ഹരിനാമം ശിവഗിരി. നിങ്ങൾ വരേൻ, സ്വാമി നിങ്ങളെ കാണാൻ വിളിക്കുന്നു. ശിവഗിരിയിലെ സ്വാമിയാണോ? അതെ, സ്വാമി തന്നെ. നിങ്ങളെല്ലാവരും ആദ്യം തോട്ടിലിറങ്ങി നന്നായി കുളിക്കുക. സ്വാമിയുടെ അടുത്ത് പോകാനുള്ളതാ. അഴുക്കെല്ലാം പോവട്ടെ. കുളിച്ച് കരയിലെടുക്കാൻ പുതിയ തോർത്ത് മുണ്ടുണ്ട്. എല്ലാവരും ഓടി വരൂ. ഇവരെ എവിടെ ഇരുത്തി പഠിപ്പിക്കാം? തൊഴുത്തിലെ സ്ഥലമുള്ളൂ സ്വാമി. ഓഹോ, ഇവരെ തൊഴുത്തിൽ വേണം ഇരുത്താൻ അല്ലേ? ആ, കൊള്ളാം. സാരമില്ല, തൊഴുത്തി വച്ച് തന്നെ നാം ഇവരെ എഴുത്ത് പഠിപ്പിക്കാം. അക്ഷരത്തിന് മുമ്പ് നമുക്ക് കിളികളെ നോക്കാം. അക്ഷരം പഠിച്ച കിളികളെ പോലെ പറക്കാൻ കേട്ടോ. ഇവിടെ വച്ച് വിദ്യാരംഭമാവാം. ശിവമയമായ ഗിരിയാണ് ശിവഗിരി, ബ്രഹ്മത്തിന്റെ അറിവിടം. ഇവിടെ നിന്ന് ലോകം മുഴുവൻ അറിവൊഴുകിയെത്തണം. അതിനു വേണ്ടത് വിദ്യാരംഭമാണ്. വിദ്യയുടെ അതിദേവതയുടെ വാസസ്ഥാനമാകണം ഇവിടം. പരബ്രഹ്മത്തിന്റെ പദ്ധതികൾ നടപ്പാവട്ടെ. അതിന് നാം ഒരു നിമിത്തം മാത്രം. ശ്രീ ശാരദയുടെ സാന്നിധ്യം നാം അറിയുന്നു. ഹരിശ്രീ കുറിക്കാൻ ഇവരും പുതിയ കർമ്മകാണ്ഡം തുടങ്ങട്ടെ.